അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മക്കൾ സ്വാലിഹീങ്ങളാകാൻ, മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകാൻ, മക്കളുടെ സ്വഭാവം നന്നാവാൻ അത്ഭുതകരമായ ഒരു കുഞ്ഞു സൂറത്തും ഒരു മന്ത്രവുമാണ്. ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ മക്കളെ കുറിച്ച് സങ്കടം പറയുന്നുണ്ട്. മക്കളെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞവരുണ്ട്. മക്കള് ലഹരിക്കും മദ്യത്തിനും അടിമയാണ് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. മക്കള് തീരെ പഠിക്കുന്നില്ല എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. മക്കൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പരീക്ഷയിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ താല്പര്യമുണ്ട് ഉസ്താദെ, പക്ഷെ മക്കൾ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് മറന്നു പോവുകയാണെന്ന് സങ്കടം പറഞ്ഞ ഒരുപാട് രക്ഷിതാക്കളുണ്ട്. മക്കൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, നല്ല ജോലിയുണ്ട്, പക്ഷെ മക്കള് ജോലിക്ക് പോകുന്നില്ല എന്ന് സങ്കടം പറഞ്ഞ രക്ഷിതാക്കളുണ്ട്. ഇങ്ങനെ ഒരുപാട് സഹോദരി സഹോദരന്മാര് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്തും അതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥനയും നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നിങ്ങളെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. യാതൊരുവിധ സംശയവും വേണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏത് സൂറത്താണ് ഓതേണ്ടത്? എല്ലാവർക്കും അറിയുന്ന ഒരു കുഞ്ഞു സൂറത്താണ് സൂറത്തു ശറഹ് അഥവാ അലം നശ്റഹ് സൂറത്ത്. അലം നശ്റഹ് സൂറത്താണ് നമ്മൾ ഓതേണ്ടത്. 3 പ്രാവശ്യം എല്ലാ ദിവസവും രാവിലെ ഓതി വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതുക. ആ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഒരു ദുആയും നമ്മൾ പറയേണ്ടതുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന്റെ മുമ്പ് സൂറത്തു ശറഹ് ഞാനൊന്ന് ഓതി കേൾപ്പിച്ചു തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാണ് സൂറത്തു ശറഹ്. ഇത് എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം, സുബ്ഹി നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുബ്ഹി നിസ്കാരത്തിന് ശേഷം മാതാപിതാക്കള് 3 പ്രാവശ്യം ഓതുക. 3 പ്രാവശ്യം ഓതി ഒരു വെള്ളത്തിലേക്ക് മന്ത്രിച്ചോതി കൊടുക്കുക. അതിനുശേഷം ഈ വെള്ളം മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെയാണ് ഈ അമല് ചെയ്തതെങ്കിൽ നിങ്ങളെ മക്കളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും, ആത്മീയമായ മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. ഈ സൂറത്ത് മക്കൾക്ക് കാണാതെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളോട് ഈ സൂറത്ത് എല്ലാ സമയത്തും പാരായണം ചെയ്യാൻ പറയണമെന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഖാല റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മാതാപിതാക്കൾ ഓതുക, മക്കൾക്ക് മന്ത്രിച്ചോതി കൊടുക്കുക, മക്കളെ തലയിലേക്ക് മന്ത്രിച്ചോതി കൊടുക്കുക. അതല്ലെങ്കിൽ വെള്ളത്തിൽ ഊതി മക്കൾക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഒരു 3 പ്രാവശ്യമോ ഒരു 11 പ്രാവശ്യമോ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മൂസ നബി അലൈഹിസ്സലാം. ഇത് മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്. ഇത് മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്. ഈ മക്കൾ ഈ പ്രാർത്ഥന നിരന്തരമായി പാരായണം ചെയ്താൽ, അതുപോലെ തന്നെ മക്കൾക്ക് ഈ പ്രാർത്ഥന ഓതി മന്ത്രിച്ചു കൊടുത്താൽ മക്കൾക്ക് നല്ല തന്റേടുണ്ടാവും. മക്കൾ നല്ല ഉഷാറായി വളർന്നു വരുന്നുള്ളതാണ്. ചില മക്കൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തണുത്ത സ്വഭാവക്കാരൻ, ആരോടും മിണ്ടൂല, ഒരു ഉഷാറുണ്ടാവൂല, അങ്ങനത്തെ രൂപത്തിലായിരിക്കും ചില മക്കൾ ഉണ്ടാവുക. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന മക്കളും പ്രാർത്ഥിക്കണം, രക്ഷിതാക്കളും പ്രാർത്ഥിക്കണം. മക്കൾ ഉഷാറായി വളർന്നു വരും. നല്ല ആർജവത്തോടുകൂടെ, നല്ല ധൈര്യശാലിയായി, നല്ല തന്റെ ഇടത്തോടുകൂടെ നിങ്ങളെ മക്കൾ വളർന്നു വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ടും നാം പറഞ്ഞ സൂറത്തു ശർഹിന്റെ ബറക്കത്ത് കൊണ്ടും മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. മക്കളെ ദുസ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ മാറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.